അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിൻ തിരുവടി പാർത്താൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. അജ്ഞാനോത്ഭവങ്ങളാം അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്ന ജന്മാതിഷഡ്ഭാവങ്ങൾ, ജന്മം മുതലായ 6 ഭാവങ്ങൾ എന്താണ്? ജനനം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം തുടങ്ങിയതായ കാര്യങ്ങൾ. അല്ലെങ്കിൽ വേറൊരു തരത്തില് അസ്ഥി, ജായതേ, വർദ്ധതേ, വിപരിണമതേ, അപക്ഷീയതേ, വിനശ്യതി. ഇത് ഷഡ്വികാരവത് സ്ഥൂല ശരീരം എന്ന് പറയും. അതൊക്കെ എന്താണ്? അറിവില്ലായ്മയിൽ നിന്നാ. അങ്ങനെയുള്ള ഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റി. അങ്ങാരാണ്? സുജ്ഞാനസ്വരൂപനാണ്, നല്ല ജ്ഞാനസ്വരൂപനായിരിക്കും. അങ്ങയില് അതൊന്നുമില്ല. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിൻ തിരുവടി പാർത്താൽ. യാതൊരു വിധത്തിലെ വികാരങ്ങളും മാറ്റങ്ങളും ഇല്ലാത്തതായി പരിപൂർണനായിരിക്കുന്ന നിർവാണപ്രദൻ, മോക്ഷത്തെ നൽകുന്നവനാണ് അവിടുന്ന്. പാർത്താൽ, ചിന്തിച്ചാൽ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. അഗ്നി കത്തുമ്പോ, തീ കത്തുമ്പോ ധൂമം പുകയുണ്ടാവും. അതുപോലെ വെള്ളത്തില് വാരിയില് നുരയും പതയൊക്കെ ഉണ്ടാവും. അതുപോലെ അങ്ങയുടെ മഹാമായയുടെ വൈഭവം അതുപോലെയാ. ഏതുപോലെയാണോ തീ കത്തുമ്പോ പുകയുണ്ടാവുന്നത്, വെള്ളത്തിൽ നുരയും പതയുണ്ടാവും, അതുപോലെ അങ്ങയുടെ മഹാമായി. ചിത്രം ചിത്രം, അത്ഭുതകരമാണ്. യാവൽ പര്യന്തം മായാസംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. എത്ര കാലം ഉണ്ടോ ഈ മായാസംവൃതം ലോകം, ഈ മായാ മൂടിയ ലോകമുണ്ടോ, താവൽ പര്യന്തം അറിയാവല്ല ഭവത്തത്വം. അത്രയും കാലം അങ്ങയുടെ തത്വത്തെ അറിയാൻ സാധിക്കില്ല. സത്സംഗം കൊണ്ടു ലഭിച്ചീടിന ഭക്തിയോടും തൊൽ സേവാരതന്മാരാം മനുഷ്യർ മെല്ലെ മെല്ലെ തൊന്മായാരഹിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നിതു കാലം കൊണ്ടേ. സത്സംഗം കൊണ്ട് എന്ത് കിട്ടും? ഭക്തി കിട്ടും. അങ്ങയെ സേവിക്കുന്നതായ അങ്ങനെയുള്ള ആളുകൾ, ആ മനുഷ്യന്മാര് പതുക്കെ പതുക്കെ തൊന്മായാർജിതമാം സംസാര പാരാവാരം, അങ്ങയുടെ മായയാൽ രചിക്കപ്പെട്ടതായ ആ സംസാരമാകുന്ന സമുദ്രത്തെ തന്മറുകരയേറിയിടുന്നു, അതിനെ മറികടക്കും. ആ മറുകരയിലേക്ക് എത്തും. എപ്പോ? കാലം കൊണ്ടേ. ജ്ഞാനപരന്മാരാം മാനുഷജനങ്ങൾക്ക് ഉള്ള അജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. അങ്ങയുടെ ആ ജ്ഞാനത്തെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ആ മനുഷ്യജന്മം എടുത്ത ആളുകൾക്കൊക്കെ അതിനെ ആ അജ്ഞാനം നീക്കാനായി സൽഗുരുവിനെ ലഭിക്കും. സൽഗുരുവരങ്കൽ നിന്നൻപോടു വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ. അപ്പൊ ആ ഗുരുക്കന്മാരിൽ നിന്നുണ്ടാവും ആ വേദാന്ത വാക്യത്തിന്റെ ജ്ഞാനം ഉണ്ടാവും. ശ്രുതിവാക്യം അത് ഉൾക്കാമ്പിലുദിച്ചിടും, ഉള്ളിലുദിച്ചിടും. തൊൽപ്രസാദത്താൽ. എങ്ങനെയാ കിട്ടുക? അങ്ങയുടെ പ്രസാദം കൊണ്ട് കിട്ടും. കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവച്ചിന്മയപദത്തിലാഹന്തലയിച്ചിടും. കർമ്മബന്ധത്തിൽ നിന്ന് വേറിട്ടിട്ട് ആശു ഉടനെ തന്നെ വേർപെട്ട് ഭവച്ചിന്മയ പദത്തിൽ ആഹന്തലയിച്ചിടും. അങ്ങയുടെ ആ ചിന്മയ പദത്തില് ലയിക്കും. ഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്കു കൽപ്പകോടികൾ കൊണ്ടും സിദ്ധിക്കയില്ലയല്ലോ. അങ്ങയില് ഭക്തിയില്ലാത്ത ആളുകൾക്ക് എത്ര കോടിക്കണക്കിന് കൽപ്പം കഴിഞ്ഞാലും സിദ്ധിക്കില്ല. കൽപ്പം ബ്രഹ്മാവിന്റെ ഒരു പകലാണ്. 1000 ചതുർയുഗമാണ് എന്നാണ്. ഒരു ചതുർയുഗം എന്ന് പറഞ്ഞാല് 14 മനുക്കളുടെ ഭരണകാലമാണ്. അതില് ഓരോ ചതുർയുഗത്തിലും 4 യുഗങ്ങൾ ആവർത്തിച്ചു വരും. ഒരു ചതുർയുഗം 43,20,000 വർഷമാണ്. അങ്ങനെ 71 മനുക്കള് ഭരിക്കും. 71 ചതുർയുഗം. അപ്പൊ 432 ഗുണം 71, അത്രയും വർഷം. പിന്നെ അതിൻ്റെ കൂടെ 0 ചേർത്താൽ അത്രയും ലക്ഷക്കണക്കിന് വർഷമാണ് ബ്രഹ്മാവിന്റെ ഒരു പകല്. അത്ര തന്നെ രാത്രി. അങ്ങനെ ബ്രഹ്മാവിന് നമ്മുടെ കണക്ക് പ്രകാരം 365 ദിവസം. അങ്ങനെ ബ്രഹ്മാവിന് 100 കൊല്ലം ആയുസ്. അപ്പൊ കൽപ്പകോടികൾ, എത്രയോ കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഭക്തിയില്ലാത്ത ആളുകൾക്ക് മുക്തി ഉണ്ടാവില്ല എന്ന് പറയാം. വിജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തൊൽബോധം മമ സിദ്ധിക്കേണം.
വിശേഷാലുള്ള ജ്ഞാനം അല്ലെങ്കിൽ അനുഭവജ്ഞാനം, ജ്ഞാനം ആത്മജ്ഞാനം, സുഖം ആനന്ദം, അത് മൂന്നും ചേർന്നാൽ മോക്ഷമാണ്. ഇത് മൂന്നും വേണ്ട വിധത്തിലാവണം. അജ്ഞാനം നീക്കി ത്വൽബോധം മമ സിദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? എൻ്റെ അറിവില്ലായ്മ നീങ്ങണം. നമസ്തേ ജഗത്പദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംപദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്രാം സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. മോക്ഷം ഉണ്ടാവണം. എന്താ വഴി? അതിന് ആകയാൽ തൊൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. അങ്ങയുടെ പാദപത്മങ്ങളില് എപ്പോഴും ഭക്തി ഉണ്ടാവണം. അതിന് ജഗൽപതിയായ ഭഗവാനെ ദാ അങ്ങയെ നമസ്കരിക്കുന്നു. രമാപതി ലക്ഷ്മീദേവിയുടെ ഭർത്താവായ അങ്ങയെ നമസ്കരിക്കുന്നു. ദശരഥന്റെ മകനായ അങ്ങയെ നമസ്കരിക്കുന്നു. സദാംപദേ സജ്ജനങ്ങളുടെ സത്തുക്കളുടെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. വേദത്തിന്റെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. ദേവപദേ ദേവന്മാരുടെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. മഖപദേ യജ്ഞയാഗങ്ങളുടെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. നമസ്തേ ധരാപദേ ഭൂമിയുടെ പതിയായ ഭൂമിദേവിയുടെ ഭർത്താവായ അങ്ങയെ നമസ്കരിക്കുന്നു. ധർമ്മപദേ ധർമ്മത്തിന്റെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. സീതാപദേ സീതയുടെ പതിയായ അങ്ങയെ നമസ്കരിക്കുന്നു. കാരുണ്യാബ്ദേ കരുണയുടെ കടലായ അങ്ങയെ നമസ്കരിക്കുന്നു. ചാരുമൂർത്തേ മനോഹരമായ രൂപത്തോടു കൂടിയ ഭഗവാനെ നമസ്തേ രാമചന്ദ്ര രാമഭദ്രാം. വീണ്ടും വീണ്ടും നമസ്കരിക്കാണ്. സന്തതം നമോസ്തുതേ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. നിരന്തരം ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. എന്നിട്ട് പറയാണ്, സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ നിൻബാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം. ഞാൻ നേടിയിട്ടുള്ള ഞാൻ നേടിയിട്ടുള്ള പുണ്യമൊക്കെ ഉണ്ടല്ലോ, അങ്ങയുടെ ഇപ്പൊ ആ വില്ല് തൊടുത്ത അമ്പില്ലേ, അതിന് ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞന്നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോട് ചൊന്നാൻ, സന്തോഷം പ്രാപിച്ചേ ഞാൻ നിൻ തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ. ഇത് കേട്ടിട്ട് ഭാർഗവരാമന്റെ സ്തുതി കേട്ടിട്ട് പറഞ്ഞു, അങ്ങ് എന്തൊക്കെയാണോ ചിന്തിച്ചത് അതൊക്കെ ഞാൻ എന്താ തരണു. ഇത് കേട്ട് പരശുരാമൻ പറഞ്ഞു, ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. അങ്ങയുടെ പാദങ്ങളില് അങ്ങയുടെ ഭക്തന്മാരിലൊക്കെ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാവണം. ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ സ്തോത്രം മയാകൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായി ഇടണം വിശേഷിച്ചും. ആരാണ് ഈ സ്തോത്രം, ഞാൻ ചൊല്ലിയ ഈ സ്തോത്രം ജപിക്കുന്നത്, അവര് ഭക്തന്മാരാവണം, തത്വജ്ഞനാവണം. വിശേഷിച്ചും മൃത്യു വന്നെടുക്കുമ്പോൾ, മരണം വരുന്ന സമയത്ത് തൊൽപാദാംബുജസ്മൃതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. ആരാണോ മരിക്കാൻ കിടക്കുന്നത് അവര് ഈ സ്തോത്രം ജപിച്ചാൽ അങ്ങയുടെ പാദാംബുജങ്ങൾ, അങ്ങയുടെ പാദങ്ങളെ സ്മരിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനും. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ശ്രീരാമൻ പരശുരാമൻ അനുഗ്രഹിച്ചു. സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം കീഴിനാൻ. അങ്ങനെ ശ്രീരാമനെ നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് പരശുരാമ മഹർഷി മഹേന്ദ്രാചലത്തിലെ തപസ്സിന് പോയി. ഇപ്പോഴും അവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നു. സപ്ത ചിരഞ്ജീവികളിൽ ഒരാൾ പരശുരാമനാണെന്നാണ്. പരശുരാമ മഹർഷിയുടെ ശ്രീരാമനുമായുള്ള കണ്ടുമുട്ടലും ഭഗവാന് തൻ്റെ വൈഷ്ണവ തേജസ്സൊക്കെ പകർന്നു കൊടുക്കുന്ന ഭാഗം. ഇതോടുകൂടി ഏകദേശം ഈ ബാലകാന്ഡം അവസാനിച്ചു. പിന്നെ അവർ അയോധ്യയിൽ ചെല്ലുന്നു. അങ്ങനെ 12 കൊല്ലം അവിടെ സുഖമായിട്ട് കഴിഞ്ഞു എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. 12 സംവത്സരമിരുന്നു സുഖത്തോടെ. അങ്ങനെ അയോധ്യയിൽ അവർ താമസിക്കുന്ന കാര്യമൊക്കെയാണ് പിന്നീട് അവസാനം പറയുന്നത്. ഇതോടെ ബാലകാന്ഡം സമാപിച്ചു. നമുക്ക് ഇനി അയോധ്യാകാന്ഡത്തിലുള്ള സ്തുതികളും ഉപദേശങ്ങളൊക്കെ കാണാം.